ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുഞ്ഞു കുഞ്ഞു ക്ലീനിങ് ഒക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിട്ടുള്ളത്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരണത് കേട്ടോ. മടി പിടിച്ചു കെട്ടിയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, പിന്നെ ആവട്ടെ എന്ന് വെച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ മക്കൾസിൻ്റെ അസുഖവും നമുക്കിടെ ശാരീരിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ നാളെ നീളേന്ന് നീണ്ടുപോയിട്ടോ. അങ്ങനെ മക്കൾസ് എല്ലാവരും വീട്ടിലിരിക്കുന്ന ദിവസം നട്ടപ്പാതിരയും പട്ടാപ്പകലാണെന്ന് പറഞ്ഞതുപോലെയാണ് കേട്ടോ എൻ്റെ കാര്യങ്ങൾ. അതുമാത്രമല്ല, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇന്നിപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് എല്ലാവരും കേക്കൊക്കെ മുറിച്ച് സർപ്രൈസായിട്ട് ആഘോഷിക്കുമ്പോൾ ഞാൻ ഈ ഒരു 12 മണി സമയത്ത്, അതായത് നട്ടപ്പാതിരയ്ക്ക് ക്ലീനിങ് ആണ് കേട്ടോ. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഉറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയി. അപ്പോൾ അവരെയൊക്കെ ഉറക്കി സെറ്റാക്കിയിട്ട് വേണം നമുക്ക് ഈ പണിക്ക് നിൽക്കാൻ. വീടെടുത്ത് തിരിച്ചു വെച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാം വലിച്ച് വാരി നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു തലക്കേന്ന് എല്ലാം ഒന്നങ്ങ് ഒതുക്കി പറക്കി എടുത്ത് വൃത്തിയാക്കിയിട്ട് കിടന്നു കഴിഞ്ഞാൽ രാവിലെ നമ്മുടെ ദിനചര്യകളിലേക്ക് കടക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാകും, ഒരു സന്തോഷം ഉണ്ടാകും. അല്ലാതെ ഇതെല്ലാം ഇങ്ങനെ നിരന്ന് പിടിച്ച് കിടക്കുമ്പോൾ രാവിലെ എങ്ങനെയാണല്ലേ കിച്ചണിലേക്ക് വരുന്നത്, നമുക്ക് ആകെപ്പാട് ഒരു സമാധാനക്കേടായിരിക്കൂലേ. എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും ബർത്ത്ഡേ ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ സ്ഥിരം പരിപാടിക്കായിട്ട് നിന്നു കേട്ടോ. ആദ്യമേ തന്നെ അവർ നിരത്തിയിട്ടിട്ടുള്ള കുറേ തുണികൾ, ഷാളുകൾ, മരുന്ന് കുപ്പികൾ ഇതെല്ലാം ഒന്നങ്ങ് എടുത്ത് അതാത് സ്ഥാനത്തേക്ക് ആക്കിയിട്ടോ. പിന്നെ അലക്കാനുള്ളതൊക്കെ ഒന്നങ്ങ് മാറ്റി വെച്ചിട്ട് ടേബിൾ ഒന്ന് ആദ്യമേ തന്നെ അങ്ങ് തുടച്ചിടാന്ന് വെച്ചു. അത് കാണുമ്പോൾ തന്നെ ഒരു സമാധാനമായിരിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് ബാക്കി കൂടുതൽ വലിയ ക്ലീനിങ്ങുകളിലേക്ക് നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മുന്നത്തെ വീഡിയോസിലൊക്കെ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായി. അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യണ പോലെ മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നെ അറിയാത്ത കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടാവും. അപ്പോൾ കമൻറ്റിലൂടെ ചോദിച്ചു. എനിക്ക് 4 മക്കളാണ് കേട്ടോ. അപ്പോൾ മക്കളുടെ വയസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായി. മൂത്ത ആൾക്ക് 7 വയസ്സാണ്, മോളാണ്. അവൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ UKGയിലാണ് കേട്ടോ, മോനാണ്. അവനക്കിപ്പോൾ 5 വയസ്സായി കേട്ടോ. മൂന്നാമത്തത് ട്വിൻസാണ് കേട്ടോ, ഒരു മോളും ഒരു മോനും. അവർക്ക് 1.25 വയസ്സാവണം. ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ വിശേഷം. പിന്നെ ഞാൻ ഈ മക്കൾസ് എന്ന് പറയണത് അതെൻ്റെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് അങ്ങനെ വന്നു പോകുന്നതാണ് കേട്ടോ. ഞാൻ കൽപ്പിച്ചു കൂട്ടി അങ്ങനെ പറയണതല്ല. നമ്മളിങ്ങനെ പൊതുവേ പറയുമ്പോൾ മക്കൾസ് എന്ന് പറഞ്ഞ് അതങ്ങ് ശീലമായി പോയതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഹാള് ക്ലീൻ ചെയ്യലൊക്കെ ഒരു പരിധി വരെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് വന്ന് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പാത്രം കഴുകലിലേക്ക് നിന്നു കേട്ടോ. ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല, കുഞ്ഞുങ്ങൾ നല്ല അലമ്പും കരച്ചിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചോറ് കഴിച്ച പാത്രവും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ട് പിന്നെ അവരുടെ പുറകെ പോയി എന്ന് പറയാം കേട്ടോ. അങ്ങനെ പോണ ദിവസങ്ങളിൽ എനിക്കിതുപോലെ ഇരട്ടിപ്പണി കിട്ടാറുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോഴത്തേനും ഏകദേശം ഒരു സമയമാവും. നട്ടപ്പാതിര എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കൂലേ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണം എന്ന് വെച്ചാലും നമ്മൾ തന്നെ അടുക്കളയിൽ കയറി നമുക്ക് വേണ്ടി കുക്ക് ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ സ്പെഷ്യലുകളൊക്കെ മാറ്റി വയ്ക്കാണ് കേട്ടോ പതിവ്. പിന്നെ ആരുടെ ബർത്ത്ഡേ ആയാലും വെഡ്ഡിങ് ആനിവേഴ്സറി ആയാലും മക്കൾസിന് ഒരു മെനു ഉണ്ടാവുകയും പിന്നെ അത് അവർക്കുടെ താല്പര്യത്തിന് ആ ഒരു മെനു നമ്മൾ എപ്പോഴും തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഇത്തവണ ഒരുപാട് വലിയ ഹൈ ലെവൽ മെനുവിലേക്കൊന്നും പോയിട്ടില്ല. എനിക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, അതായത് വലിയ പണികളൊന്നും ഇല്ലാത്ത എളുപ്പപ്പണിയായിട്ടുള്ള ഐറ്റംസൊക്കെ തന്നെയാണ് കേട്ടോ മക്കൾസിനോട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ സന്തോഷമായിട്ട് നാളെ ഉണ്ടാക്കണമെങ്കിൽ ഇന്നിപ്പോൾ അടുക്കളയും ഒക്കെ ഒന്നങ്ങ് ക്ലീൻ ചെയ്തിടണം കേട്ടോ. അവരെല്ലാവരും വീട്ടിലിരിക്കുന്ന ദിവസം ഇതുപോലെ തന്നെയാണ് കേട്ടോ. ആവശ്യമില്ലാത്ത കുറേ തുണികളും കാര്യങ്ങളും ഒക്കെ നിരത്തിയിട്ടിട്ടുണ്ടാവും. പിന്നെ അവരുടെ കളിപ്പാട്ടങ്ങൾ, കളർ പെൻസിലുകൾ എന്ന് വേണ്ട ടേബിളിൽ വരെ മൊത്തം സ്കെച്ച് പെന്നും കൊണ്ട് വരച്ചേക്കണമായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ ഞാൻ പഠിച്ച പണി 18 എടുക്കേണ്ടി വന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ പെട്ടെന്ന് എൻ്റെ സ്ഥിരം സാമ്രാജ്യം ഒന്നങ്ങ് ക്ലീൻ ചെയ്ത് ആശ്വസിക്കാമെന്ന് വിചാരിച്ച് കിച്ചണൊക്കെ നല്ലതുപോലെ തന്നെ ഒന്നങ്ങ് ഒതുക്കി പാത്രമൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തു കേട്ടോ.
പകലായാലും പാതിരാത്രിയായാലും നമുക്ക് ഈ പണിയൊക്കെ തന്നെയല്ലേ. ഇതാണ് വീട്ടമ്മമാരുടെ അവസ്ഥ. ബർത്ത്ഡേ ആയാലും വെഡ്ഡിങ് ആനിവേഴ്സറി ആയാലും വിശേഷ ദിവസങ്ങൾ എന്തായാലും നമുക്കിടെ ദൈനംദിന കാര്യങ്ങളൊക്കെ മുടക്കം വരാതെ ചെയ്ത് തീർത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് തന്നെയായിരിക്കുമല്ലോ അല്ലേ ഇരട്ടിപ്പണി. അതങ്ങനെയാണ് കേട്ടോ എപ്പോഴും. പിന്നെ നമുക്കിടെ പണികൾ നമ്മൾ തന്നെ എടുക്കണമല്ലോ. ചിലരുടെയൊക്കെ വിചാരം നമുക്ക് എക്സ്ട്രാ ഒരു റോബോട്ട് അല്ലെങ്കിൽ ഒരു വേലക്കാരി വീട്ടിലുണ്ടാവുന്ന കേട്ടോ. ചിലരുടെ വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നേ. നിനക്കെന്താ പണി, നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാർ എത്രയോ ഉണ്ടെന്നറിയാമോ. അതായത് നേരെ കണ്ട് നമുക്കിടെ പണിയും കാര്യങ്ങളും മനസ്സിലാക്കിയേക്കണവർ തന്നെയായിരിക്കും കേട്ടോ അത് പറയണത്. ചിലപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിടണ കണ്ടുകൊണ്ടായിരിക്കും പണിയൊന്നും ഇല്ലാത്തവരാണല്ലോ വീഡിയോ ചെയ്യണേന്നാണ് ചിലവരുടെ എങ്കിലും അഭിപ്രായം. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ നോർമലി ചെയ്യണ ഒരു പണിയുടെ 4 ഇരട്ടി എഫേർട്ട് അതിലേക്ക് ഇടുമ്പോഴാണ് അതൊരു വീഡിയോയും കൂടെ എടുത്തിട്ട് ചെയ്യാൻ പറ്റണേ. പിന്നെ ഇതെല്ലാം ഒന്ന് എഡിറ്റ് ചെയ്ത് ഇതുപോലെ വോയിസും ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ എത്ര നേരം നമ്മൾ ഇതിനകത്ത് ഇരിക്കണം എന്നറിയോ. ഒപ്പം ഇതുപോലെ കുഞ്ഞുമക്കളുള്ളവരാണെങ്കിൽ പറയുകയും വേണ്ട കേട്ടോ. അങ്ങനെ പറയുന്നവർക്ക് എന്തായാലും പറയാൻ പാടില്ലാത്ത അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് പെട്ടെന്ന് തീർത്ത് വേഗം പോയി കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലാലോചിച്ച് ബർത്ത്ഡേ ആയാലും എന്തായാലും നമുക്ക് ഒരിക്കലും ഡ്യൂട്ടി ഒഴിഞ്ഞിട്ടുള്ള നേരമില്ല അല്ലേ. നമ്മുടെ ഡ്യൂട്ടികൾ നമ്മളല്ലാതെ വേറെ ആരും ചെയ്യാനും വരില്ല. അങ്ങനെ പിന്നെ എൻ്റെ ഡ്യൂട്ടികൾ ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ നിർവഹിച്ചിട്ട് വേഗം പോയി കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ പിന്നെ സന്തോഷമായിട്ട് അടുക്കളയിലേക്ക് വരാമല്ലോ. ഇനി ബർത്ത്ഡേ ദിവസം ഒരു മുഷിച്ചിലും ഒരു സങ്കടവും ഒക്കെ ആയിട്ട് കിച്ചണിൽ കയറിയ അന്നത്തെ ദിവസം അങ്ങ് പോയില്ലോ എന്നോർത്ത്. ഇത്രയും നാൾ കൊണ്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ട് ഓർത്തിരിക്കാൻ പാകത്തിനുള്ള ബർത്ത്ഡേകളൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. വമ്പൻ സർപ്രൈസുകളോ അല്ലെങ്കിൽ മിക്കപ്പോഴും ഞാൻ തന്നെ മറന്നുപോയിട്ടുള്ള ബർത്ത്ഡേകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല എപ്പോഴും എന്തെങ്കിലും ഒരു സങ്കടം വന്നു ചേരുന്നത് എൻ്റെ ആ ഒരു ബർത്ത്ഡേയുടെ ഏകദേശം ആ ഒരു മാസം 1-ാം തീയതിക്കും 9-ാം തീയതിക്കും ഇടയ്ക്കായിരിക്കും കേട്ടോ. അത് എപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളായാലും അസുഖങ്ങളായാലും നമ്മളെ തളർത്തണ ഏതൊരു കാര്യമായാലും ആ ബർത്ത്ഡേ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും കേട്ടോ അതിൻ്റെ എഫക്റ്റ് ഒന്ന് കുറയണത്. അതുപോലെ തന്നെയായിരുന്നു ഈ ഒരു ബർത്ത്ഡേ. എങ്കിലും കുഴപ്പമില്ല, തമ്മിൽ ഭേദം തൊമ്മെന്ന് പറഞ്ഞ പോലെ മുന്നത്തെ ബർത്ത്ഡേകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ഭേദമായിരുന്നു കേട്ടോ. ചെറിയ രീതിയിലുള്ള അസുഖങ്ങളും അസ്വസ്ഥതകളും ഒഴിച്ചാൽ വലിയ ഭൂകമ്പ പ്രശ്നങ്ങളൊന്നും വന്നു പെട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എന്നിരുന്നാലും അൽഹംദുലില്ലാ ഇത്രയും നാൾ നമുക്ക് കാര്യമായ കേടുപാടുകളൊന്നും ഇല്ലാതെ പടച്ചവൻ ഇവിടം വരെയൊക്കെ എത്തിച്ചു തന്നുല്ലോ. അപ്പോൾ മുന്നോട്ടേക്കും അതുപോലെയൊക്കെ തന്നെ തട്ടിയും മുട്ടിയൊക്കെ പോകാൻ കഴിയണേന്ന് ആത്മാർത്ഥമായിട്ട് ദ്വാർത്തുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു ബർത്ത്ഡേനെ ഞാൻ വരവേറ്റത്. അല്ലാതെ വലിയ കാര്യമായിട്ടുള്ള ആഘോഷങ്ങളോ ആർഭാടങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യമാണ് കേട്ടോ നമ്മുടെ മക്കൾസിൻ്റെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ളൊരു ഹാപ്പി ബർത്ത്ഡേ വിഷ്. പിന്നെ അവരുടേതായ രീതിക്ക് ചെറിയൊരു കാർഡോ കട്ടിങ്സോ അങ്ങനെ എന്തെങ്കിലും. അല്ലാതെ ഉള്ള ബർത്ത്ഡേ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കിടയിലില്ല കേട്ടോ. അങ്ങനെ ഒരു ശീലം ഇല്ലാത്തതാണ് ഒരു പരിധി വരെ നല്ലത്. നമുക്ക് കുറച്ച് എഫേർട്ട് കുറച്ചിട്ടാൽ മതിയല്ലോ. അങ്ങനെ പിന്നെ എൻ്റെ ക്ലീനിങ്ങുകളൊക്കെ തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. അവർ വരച്ച് വെച്ചിരുന്ന സ്കെച്ച് പെന്നിൻ്റെ കറ കളയാനായിട്ട് തന്നെ എനിക്കൊരു 3/4 മണിക്കൂറോളം എടുത്തു എന്ന് പറയാം കേട്ടോ. അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ വേഗം ഒന്നങ്ങ് അടിച്ചു വാരി എടുത്തിട്ട് ഓടിച്ചൊന്ന് തുടച്ചും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ കിടക്കാൻ പോകുന്നത്. അപ്പോൾ പിന്നെ രാവിലെ എഴുന്നേറ്റ് സമയം അനുസരിച്ച് ഒന്നങ്ങ് അടിച്ചു വാരി തുടച്ചാൽ വൃത്തിയായില്ലോ. ഈ മക്കൾസ് വീട്ടിലിരിക്കുന്ന ദിവസം ഇത് തന്നെയാണ് കേട്ടോ പ്രശ്നം. അവർ നമ്മൾ എത്രത്തോളം പറഞ്ഞാലും അവർക്ക് കുറേ നേരം കഴിയുമ്പോൾ ബോറടിക്കുമല്ലോ. നമ്മളെപ്പോലെ അല്ലല്ലോ, അവർക്കൊരിക്കലും മടുക്കില്ല. ഒരു കളി കഴിയുമ്പോൾ അടുത്ത കളി, ഇങ്ങനെ കളികൾ വന്നുകൊണ്ടേയിരിക്കും. പുതിയ കളികൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ എല്ലാം മെയിൻ ഒരു സാമഗ്രി എന്ന് പറയുന്നത് പേപ്പർ, പേന, കളർ പെൻസിൽ, ക്രയോൺ ഇതൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ നീണ്ട നേരത്തെ എൻ്റെ പരിശ്രമത്തിനൊടുകിൽ വീടൊക്കെ ഒരുവിധം സെറ്റാക്കിയിട്ട് പിന്നെ സുഖമായി പോയി കിടന്നുറങ്ങി കേട്ടോ. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് രാവിലെ ബർത്ത്ഡേ ആയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു പോസിറ്റീവ്
വൈബായിക്കോട്ടെ എന്ന് ഓർത്ത് ഇക്കാനെയും കൂട്ടി ഒന്ന് ചുമ്മാ പുറത്ത് പോയിട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ പറഞ്ഞ ആഗ്രഹം രാവിലെ തന്നെ വലിയ മടിയൊന്നും പറയാതെ ആളങ്ങ് സാധിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ മക്കൾസിനെ വാപ്പിച്ചിരും ഉമ്മച്ചിരി അടുത്താക്കിയിട്ട് ഞങ്ങൾ ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാട്ടോ. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പോയാലി മലയിൽ അവിടെ പോകാനായിട്ട് കുറേ നാളായി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇപ്പം പുതിയ വഴിയും കാര്യങ്ങളൊക്കെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഒന്ന് പോയി ഒരു പോസിറ്റീവ് എനർജിയോടെ തന്നെ ഈ ഒരു ദിവസം അങ്ങ് തുടങ്ങാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നല്ല കോടയൊക്കെ നിറഞ്ഞ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ ഒരു ദിവസം ആരംഭിക്കുക എന്ന് പറയുന്നത് എന്തൊരു സന്തോഷമായിരിക്കുമല്ലേ. എപ്പോഴൊന്നും പറ്റിയില്ലെങ്കിലും ഇടയ്ക്ക് വല്ലപ്പോഴും എന്തിനാ വർഷത്തിലൊരിക്കലെങ്കിലും ഇങ്ങനെയൊക്കെ സാധിക്കണത് അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ. എനിക്ക് പൊതുവേ ഈ പ്രകൃതി മനോഹരി എന്ന് പറയുന്ന സംഭവത്തിനോട് താല്പര്യം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ വീണ്ടും നല്ല നല്ല വീഡിയോയിൽ കാണും വരേക്കും. ബൈ ഫ്രണ്ട്സ്.